ഹലോ ഗൈസ്, ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് സ്നേഹിൽ കാനഡയ്ക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് അബുദാബിയിലൊന്ന് ചാടി ഇറങ്ങി. അപ്പോൾ ദുബായിലുള്ള എന്നെ റോജയും കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. ദുബായിൽ അവൻ ആദ്യമായിട്ടൊന്നല്ല വരുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ ദുബായിൽ ആര് വന്നാലും ആദ്യം കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ ദുബായ് മാൾ. അങ്ങനെ ഞങ്ങളും അവനെയും കൊണ്ട് ദുബായ് മാളിൽ പോയി. പക്ഷേ സമയം ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു. സമയം ഓൾമോസ്റ്റ് ഒരു 11 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദുബായ് മാളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ജനത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ ഓൾമോസ്റ്റ് അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇവൻ്റെ ഭാര്യയ്ക്ക് ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് വരിക്ക് അൽബേക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് അൽബേക്കിൽ കഴിക്കാൻ പോവാം, എന്നിട്ട് അവളെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അൽബേക്ക് അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് അൽബേക്ക് ചെന്നു. അൽബേക്ക് കഴിച്ചു. സത്യം പറയാലോ അവനത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നൊരു ഡെസേർട്ട് ആവാം. എന്തായാലും അത് പാളിപ്പോയ സ്ഥിതിക്ക് ഡെസേർട്ട് കഴിക്കാൻ വെച്ചിട്ട് നേരെ ആലിയ ഭട്ടിൻ്റെ കേക്ക് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ ഇത്ര നാൾ ദുബായിലുണ്ടായിട്ട് എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ അതാവാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് ചെന്നു. 1 മണി വരെയാണ് ഷോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ 12:45 ആകുമ്പോഴേക്കും അവരതൊക്കെ അടച്ച് തുടച്ച് എടുത്ത് വയ്ക്കാൻ തുടങ്ങി. അവസാനം റോജ പറഞ്ഞു, ചേട്ടാ എടുത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു പീസെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ അതെങ്കിലും കഴിച്ച് സമാധാനപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊരു രക്ഷയില്ല, അവർ തൊണ്ടം പോലും ഞങ്ങൾക്ക് തന്നില്ല. അത്രയുള്ള കൈസ് ബൈ.